കല്യാണത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയണത് ഡ്രസ്സ് എടുക്കാൻ പോകലാണ്. അപ്പം ഞങ്ങളുടെ കസിൻ്റെ കല്യാണം ദാ അടുത്ത മാസമായി. അപ്പം ഡ്രസ്സ് എടുക്കാനുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ പെട്ടെന്ന് തീർന്ന് നമുക്ക് പെട്ടെന്ന് പോകാനുള്ളൊരു ഐഡിയ ആയിരുന്നു. പക്ഷേ ഐഡിയ നമ്മുടേതായി പോയി. അപ്പം നമ്മളെന്ത് വിചാരിച്ചു, നമ്മളൊരു 7 പേരായിട്ടാണ് പോണേ. അപ്പം ഇവർക്കുള്ളതെല്ലാം നമ്മൾ പൊതിച്ചോറ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്ന് കഴിക്കാം, ഒരു വൈബായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പറഞ്ഞ പോലെ 7 പേർക്കുള്ള സദ്യ എന്ന് പറയാൻ പറ്റില്ല, ഇലയിൽ ചോറും സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പൊതിച്ചോറ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഒരുക്കങ്ങളായിരുന്നു രാവിലെ തന്നെ. പിന്നെ അറിയാലോ, എല്ലാവരും കൂടി ഒരു 7 പേരൊക്കെ എണീറ്റ് അവർ പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഭയങ്കര ലേറ്റാവും. എന്നാലും നമ്മളൊരു 10-10:30 ആകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം പൊതിച്ചോറ് നമ്മൾ സൈഡിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പം പിന്നെ ഈസിയാണല്ലോ. നമുക്ക് ടയേർഡായി ഡ്രസ്സ് എടുക്കലൊക്കെ നോക്കി കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് നമ്മളെ വീട്ടിലെ ഫുഡ് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പൊതിച്ചോറിൽ കൊണ്ടുപോകണത് ചോറും ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ തക്കാളി ചട്നിയും, തക്കാളിയും സവാളൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിയിട്ടുള്ള ഒരു മസാല ഇതാണ് കേട്ടോ. നമ്മുടെ ഇവിടെ തക്കാളി ചട്നിയാണ് പൊതുവേ പറയാറ്. പിന്നെ വറ്റൽമുളക് വറുത്തരച്ച തേങ്ങാ ചമ്മന്തിയും, പിന്നെ മെയിൻ സാധനം കോഴിമുട്ട പൊരിച്ചതും, പിന്നെ കൊണ്ടാട്ട മുളകും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളായിട്ട് നമ്മളെന്ത് ഇല അങ്ങനെ പൊതിഞ്ഞ് അങ്ങനെ 7 പേർക്കുള്ള, ഇപ്പം ഞാൻ 2 പേർക്ക് കഴിക്കാനുള്ളതായിട്ട് നമ്മളങ്ങനെ 5 ഇലയാണ് പാക്ക് ചെയ്തത്. 2 പേർക്ക് അങ്ങനെ ഇരുന്ന് ഷെയർ ചെയ്ത് കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഇതായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം പോകാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പോണത് തൃശ്ശൂർ പരാഗ് എന്ന് പറഞ്ഞിട്ടുള്ള കടയൊക്കെ. അപ്പം അവിടെ നമ്മൾ ഓൾറെഡി മെറ്റീരിയലൊക്കെ നമ്മളെ കയ്യിലുണ്ട്. അപ്പം നമുക്ക് ഷാളും പിന്നെ അതിന് വേണ്ടി ലേസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ പോകുമ്പോൾ നമ്മളെ കയ്യിലൊരു ഐഡിയ ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ നമുക്ക് വേറെ ഐഡിയാസ് കിട്ടി. പിന്നെ 7 പെൺകുട്ടികളാണല്ലോ പോകുന്നത്. അപ്പോൾ വേറെ വേറെ ഐഡിയാസ് വന്നു. പിന്നെ ഒരാൾക്ക് ഇഷ്ടപ്പെടും, മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ കുറേ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആകെ കൺഫ്യൂഷനായി. എന്നാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന മാക്സിമം കൊണ്ട് നമ്മൾ ഒരുവിധം പർച്ചേസ് അവിടെ നിന്ന് ചെയ്ത്. ലേസും കാര്യങ്ങളും നമുക്ക് കിട്ടിയില്ല, നമ്മൾ പുറത്തുനിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നാൽ പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൃശ്ശൂർ റൗണ്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ കുറേ മരങ്ങളും നല്ല തറകളൊക്കെ ഉണ്ടായിരുന്നു. മരങ്ങളിങ്ങനെ തറ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പൊതിച്ചോറ് ഇപ്പം ഒരു 4 മണിക്കൂർ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര നല്ല സ്മെല്ലും. അപ്പം കുറേ കറികളില്ലെങ്കിലും നമ്മൾ കൊണ്ടുപോയ കറി കൊണ്ട് നമ്മളെല്ലാവരും നല്ലോണം ഫുഡൊക്കെ കഴിച്ചിട്ടാണ്. പൊതുവെ വീട്ടിലിരുന്ന് കഴിക്കണം കാറ്റും കൂടുതൽ കഴിച്ച്. കാരണം ഞാനും ബാബിയും കൂടി ഫുഡ് ഷെയർ ചെയ്യായിരുന്നു. അപ്പം നമ്മളൊരു 3 പേർക്കുള്ള ഫുഡ് നൈസായിട്ട് തട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ആംബിയൻസ്. എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ ടൂർ പോയിട്ടായിട്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടാവാം. ആ ഒരു ഓർമ്മയൊക്കെ വന്നിട്ടാണ്, സ്കൂളിൽ നിന്ന് ടൂർ പോയ ഒരു ഓർമ്മയൊക്കെ വന്ന് ഭയങ്കര. അപ്പം നമുക്ക് കുറച്ചും കൂടി എനർജി കിട്ടി. നമ്മൾ എനർജി ഇല്ലാഞ്ഞിട്ട് പരാഗിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം ഫുഡൊക്കെ കഴിച്ച് നമ്മൾ എനർജി കിട്ടി. അടുത്ത സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പം ബാക്കിയുള്ളവർക്കൊന്നും കിട്ടാത്തതുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ തൃശ്ശൂരിൽ തന്നെ പുളിമൂട്ടി പോയി. ഇവിടെ ആകുമ്പോൾ സെലക്ഷൻസൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ വേണ്ട മെറ്റീരിയൽസിന് പറ്റിയ ഷാളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്നാലും നമ്മൾ ഇനി കല്യാണത്തിൻ്റെ തലേ ദിവസത്തിനുള്ള ഡ്രസ്സൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ കല്യാണത്തിൻ്റെ ഡ്രസ്സ് നമ്മൾ കുറച്ചും കൂടി നോക്കി അവിടെ, പക്ഷെ നമുക്ക് പറ്റിയ മെറ്റീരിയൽസിലുള്ള ഡിസൈനും ഒന്നും സെറ്റായില്ല. അപ്പം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. പിന്നെ അവിടെ അടുത്ത് തന്നെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണിൽ പോയി നോക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഭയങ്കര റഷായിരുന്നു. ഇപ്പോൾ അവിടെ ആടി സെയിൽസൊക്കെ നടക്കുന്ന കാരണം നമുക്കങ്ങ് ഇതായിട്ട് ഫ്രീ ആയിട്ടൊന്നും നോക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പം പാർക്കിംഗ് തന്നെ കിട്ടാൻ കുറേ ബുദ്ധിമുട്ടി. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയി, നമുക്ക് കുറേ സെർച്ച് ചെയ്തിട്ട് നമുക്കൊന്നും കിട്ടിയില്ല. പിന്നെ വീണ്ടും നമ്മൾ തിരിച്ച് പരാഗിക്ക് തന്നെ വന്നിട്ടാണ് അവിടുന്ന് ലേസും കാര്യങ്ങളും എടുത്ത്. അപ്പം എല്ലാം കഴിഞ്ഞ് വരുമ്പം നമുക്ക് 7:45. പിന്നെ വീണ്ടും രണ്ടാമത്തെ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ നമ്മൾ അടുത്ത് തന്നെ ഒരു ഫുഡ് മാൾ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് നമ്മളൊരു ചിക്കൻ ബർഗറും നല്ല കോഫിയൊക്കെ കുടിച്ചു. ചിക്കൻ ബർഗർ എന്ന് പറയുമ്പം പിന്നെ 2 നഗറ്റ്സ് പൊരിച്ച് ഫില്ല് ചെയ്ത് വെച്ച സംഭവം. എന്നാലും നമുക്ക് ഒരു വിശപ്പിനൊരു സമാധാനം കിട്ടി അതൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് അങ്ങനെ കഴിഞ്ഞ്. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.